ഹായ് 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 ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയായിട്ട് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഒരാഴ്ചയല്ല ഒരു 10 ദിവസം മുമ്പൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് ഞാനിങ്ങനെ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അതായത് അദ്ദേഹത്തിനൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് നമ്മുടെ. അപ്പോൾ എന്നെ ഒന്ന് അവിടെ വന്ന് പിക്ക് ചെയ്യോ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അന്ന് ഓക്കെ പറഞ്ഞതാണ്. ആ ദിവസം ഇന്നാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ നമ്മുടെ യാത്ര ട്രിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രിപ്പാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8 മണിക്ക് 5 മിനിറ്റായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. അമ്മ അടിച്ചു വരുവാണ്. അതിൻ്റെ സൗണ്ട് നമുക്ക് നാല് രീതിയിൽ കേൾക്കാം. പിന്നെ വണ്ടി റെഡിയാണ്. പിന്നെ ആരും ചിന്ന ഇവിടെ അല്ല, അവർ അവളുടെ വീട്ടിലേക്ക് പോയതാണ്. വേറെ നല്ല അളിയന്മാർ മലയ്ക്ക് പോവാണ്. അപ്പോൾ അവരെ ഒന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നലെ പോയതാണ്. ഇന്നാണ് അവർ പോകുന്നത്. അപ്പോൾ ഇന്നവർ ആര്യനെ പോയി കൊണ്ടുവരുന്നതാണ് സ്കൂളിൽ പരീക്ഷയാണ് അവൾക്ക്. അപ്പോൾ ഞാൻ ഒന്ന് നൈസായിട്ട് ഇറങ്ങട്ടെ, എല്ലാ കാര്യം സെറ്റാണ്. ഇനിയിപ്പോൾ ഒന്നും എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ക്യാമറയുടെ മൈക്കും കൂടി കൈ കരുതി കഴിഞ്ഞാൽ റെഡി. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാട്ടുവഴിയാണത്, എൻ്റെ നാട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ ആയി എന്താ പറയുക, നമ്മളെ ഓടുന്ന വീഡിയോ വിട്ടിട്ട്. ഓടുന്ന വീഡിയോ എടുക്കാനും നമുക്ക് ഞാൻ ഇലക്ഷനോട് അടുപ്പിച്ചിട്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ടും എനിക്ക് കൃത്യമായ രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതിനിടയിൽ ഇപ്പോൾ ഒരു ക്യാമ്പിങ് നമ്മൾ ഒന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കിയതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ക്യാമ്പിങ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് വീഡിയോ തന്നെ കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ടുള്ള തിരക്കായി, അതപ്പം ഉണ്ടായത്. ഏതായാലും ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് ഓടാൻ തന്നെ പരിപാടി. ഇന്നത്തെ ദിവസം നമ്മൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്ന് നമ്മളുടെ പ്രധാന പരിപാടി ഇതാണ്. ഇന്ന് നമ്മൾ ഓടുക വേണം, നല്ല രീതിയിൽ ഓടണം. നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു 1ന്റെ മേലൊക്കെ ഓടാൻ പറ്റണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്ക് അമ്മ തണുപ്പങ്ങന്മാര് രാവിലെ ഒക്കെ ആകുമ്പോഴേക്ക് നല്ല തണുപ്പാണ്. ഞാനിപ്പോ ഞാൻ ഈ നേരത്തെ കുളിക്കലൊന്നുമില്ല, വേറെ ഒന്നുമല്ല, കഴിയില്ല, അത്ര കണ്ട് തണുപ്പായിരുന്നു. അപ്പൊ ഞാൻ പോക്കിങ്ങാക്കാറല്ലോ 9 മണി 9:30 ആവും ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ നേരമൊക്കെ ആകുമ്പോഴേക്ക് കുളിച്ചാൽ മതിയല്ലോ. ഇപ്പൊ തന്നെ വെള്ളത്തിനൊക്കെ എന്താ തണുപ്പാണ്. ഇപ്പൊ റോട്ടിൽ തന്നെ ഇതിലെങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോ തന്നെ തണുപ്പാണ്. നല്ല തണുപ്പുണ്ട് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നല്ല. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ ഞങ്ങളുടെ പാടമുണ്ട്, പാടത്ത് ചെക്കന്മാർ ഇരിക്കും. അപ്പൊ അത് ഓരുടെ കൂടെ ഇന്നലെ ഒന്ന് കുറച്ചേരം ഇരുന്നു. അപ്പോഴൊക്കെ കയറുന്ന തണുപ്പ്, നല്ല തണുപ്പ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ പാടത്തേക്ക് പക്ഷേ ഇങ്ങട്ടാ ഞാൻ വാണിയമ്പലത്തേക്ക് ആയതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അവര് വണ്ടൂരിക്കാവേ, അവര് കൈ കാണിച്ചു. ഞാൻ വാണിയമ്പലത്തേക്ക് ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് കയറും. അതാണ് വിഷയം. രാവിലെ തന്നെ ഒരാൾ കൈ കാണിച്ചിട്ട് നമുക്ക് കയറ്റം ഉണ്ടാവില്ല. പുതിയ സിനിമ വന്നിക്കണല്ലോ, ഏതാ ബബ്ബയും അവതാറും. ബബ്ബ വന്നിട്ട് 2 ദിവസമായില്ല, അവതാറും തന്നെ 2 ദിവസമായി. അപ്പൊ ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി വേറെ ഒന്നുമല്ല, നമ്മൾ നേരെ പെട്രോൾ പമ്പിലേക്കാണ്. നമ്മളുടെ വണ്ടിയിൽ ഒരു തുള്ളി എണ്ണ ഇല്ല, ആകെ പമ്പെത്താവുന്ന എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നതാണ്. ഈ ട്രിപ്പ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി അടിക്കാൻ. പോകുന്ന പോയാലൊരു പമ്പുണ്ട്, സാറിന്റെ പമ്പ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ അടിക്കാം. ഞാൻ ഇവിടെ കയറില്ല കേട്ടോ, നേരെ ഇവിടെ ഞാൻ കയറില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ ഫസ്റ്റ്. ഇല്ലേ, കയറും വേണ്ടെന്നാ തുറന്നിട്ടുമില്ല. ഇവരത് ഇങ്ങനെയൊക്കെയാണ്, ഇവരതൊരു കഥയാണ്. ഇവരെപ്പോഴാ ഉണ്ടാകുക എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല. ഓക്കെ, ഈ പമ്പ് കൂടി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള എണ്ണയും കൂടി ഇല്ല. പമ്പ് ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവണ പമ്പ. ഡീസൽ ഈ ഭാഗത്ത് ഒന്നും നോക്കിയില്ല. ഒരു 300 രൂപയ്ക്ക് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് ഈ 300 രൂപയ്ക്ക് നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര രൂപയ്ക്ക് ഓടാ വെച്ചാൽ ഒരു 1500 രൂപയ്ക്കൊക്കെ ഓടാട്ടോ. 300 രൂപയുടെ എണ്ണയ്ക്ക് 1500 രൂപയ്ക്കൊക്കെ ഓടാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വണ്ടി കൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഓടാം. 1500 രൂപ കിട്ടണമെങ്കിൽ മടക്കം കിട്ടണം, റിട്ടേൺ കിട്ടണം, ഒക്കെ കിട്ടണം. അങ്ങനെ ആകുമ്പോൾ അതാവുള്ളൂ. വെറും മനസ്സുകൾ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1200 1300 പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാം പാടെ കിട്ടുന്ന ദിവസമാണെങ്കിൽ ഒരു 1500 നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡാണത്. ആളുകളൊക്കെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പറ്റും. തയ്യാറാകാറ് 8 മണി ആയല്ലോ, കൂലിപ്പണിക്കാരൊക്കെ 8 മണിക്ക് ഇറങ്ങൂലേ. എന്തായാലും നമുക്ക് സ്റ്റേഷന്റെ അകത്തേക്ക് ഇപ്പോൾ വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. അല്ലെ പോവാം, പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വരും 30 രൂപ. നമുക്ക് പുറത്ത് നിർത്താം. എന്നാലും ട്രെയിൻ വന്നില്ലല്ലോ. ട്രെയിൻ 8:15 എത്തുക എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു 8:20 8:15 അവർ ഇറങ്ങുന്നുണ്ടാവാം.
അവരെത്തിയെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ ചെങ്ങൈമാരെ, നമ്മുടെ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഈ ട്രിപ്പ് ഉണ്ടായിരുന്നത് നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലേക്കായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ താഴ്വര എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ലാമൂല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതായത് കാളികാവിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന റോട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഈ പോകുന്ന റോഡാണ് മലയോര ഹൈവേ ആണ്. അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കുവാണ്. ഡാറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ 1-2 സ്ഥലം കൂടി ഡാറിങ് ചെയ്യുമായിരിക്കും. ഏതായാലും ആ ട്രിപ്പ് അവര് സജിൻ എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു. അവര് നമ്മളുടെ യാത്ര, ഞാനിങ്ങനെ യാത്ര പോകുന്ന സമയത്തൊക്കെ ബാംഗ്ലൂർ പോയി പാസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ വീട്ടിൽ കയറണം, അവിടെ ബാംഗ്ലൂർ വരണം, ബാംഗ്ലൂർ വരുമ്പോ എന്നെ അറിയിക്കണം, ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ അവര് പറയുമായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോഴേക്ക് എന്താ സംഭവിക്കുക വെച്ചാല്, നമ്മൾക്ക് ഒരുപാട് ആളുകൾ അപ്പേക്ക് മെസ്സേജ് അയച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കും, അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ ബാംഗ്ലൂർ എത്തുമ്പോൾ പിന്നീട് എനിക്ക് അറിയിക്കാൻ വേണ്ടി പറ്റാറില്ല. ഞാൻ അവിടുന്ന് പിന്നെ തിരിച്ച് പോരാറാണ്. പിന്നെ കഴിഞ്ഞ യാത്രയിൽ കുക്കുവിന് കുറച്ച് അർജന്റ് ആയതുകൊണ്ട് നമ്മള് ആന്ധ്രയിൽ തന്നെ നല്ല എടുത്തിട്ടാണ് പോകുന്നത്. ബാംഗ്ലൂർ നൈറ്റാണ് എത്തിയത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചവിട്ടി വിട്ടേക്കാണ് നമ്മള്. പക്ഷെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് അദ്ദേഹത്തിന്റെ ട്രിപ്പായിരുന്നു. അദ്ദേഹം ഇവിടെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ വൈഫ് വീട് ഇവിടെയാണ്, ഞങ്ങളുടെ ഈ ഒരു നാട്ടിലാണ്. അപ്പോ അവിടെയൊക്കെ വന്നതാണ് അവര് ബാംഗ്ലൂരിൽ നിന്നും ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും കൊള്ളാം, അടിപൊളി. നമ്മളിതിൽ തിരികെ നേരെ അതിലെ പോയി കഴിഞ്ഞാൽ നിലമ്പൂരാണ്. നമ്മളിതിലെ തിരി. ഈ സ്ഥലത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാനൊക്കെ ഉണ്ട്. ഞാൻ കുറെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിങ്കക്കല്ല് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേങ്കിൽ ഫോറസ്റ്റിനകത്താണ്. നമ്മൾക്ക് വേണമെങ്കിൽ പോയി കാണാം. പക്ഷെങ്കിൽ വീഡിയോ എടുക്കുന്നതിൽ ഇപ്പൊ അവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ അവർ സമ്മതിക്കൂല. നമ്മൾ അവരുടെ ഫ്രണ്ടിലൂടെ തന്നെ പോകണം അത് കാണണമെങ്കിൽ. അപ്പൊ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് വാണിയമ്പലത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ 14 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. 14 കിലോമീറ്റർ വരുന്ന ഓട്ടോ ചാർജ് എന്ന് പറയുന്നത് 311 രൂപയാണ്. അത് നമ്മളൊരു 300 രൂപ ഒക്കെ പറയും. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ലൊരു മലയാണ്. അടിപൊളി അല്ലേ? അതൊക്കെ കണ്ടിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ്. അപ്പൊ നമ്മളൊരു 300 രൂപയാണ് അവരോട് പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ അവര് എനിക്ക് 300 രൂപയല്ല തന്നിരുന്നത്. അവര് 500 രൂപ തന്നിട്ട് വെച്ചോന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ തന്നെ ടിപ്പാണ്, നമുക്ക് ടിപ്പ് കിട്ടി. ഓക്കെ, സന്തോഷമുണ്ട്. എന്താ പറയാ, ഞാനിപ്പോ ഇത് ഇങ്ങനെ പറയുമ്പോഴേ, നിങ്ങൾ ഇങ്ങനെ വീഡിയോ കാണുന്ന നിങ്ങള് വണ്ടി വിളിക്കുമ്പോ എനിക്കിങ്ങനെ ഏറെ തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോയിൽ പറയുന്നത്. എന്റെ സന്തോഷം. കാരണം നമ്മളുടെ വീഡിയോ കാണുന്ന നമ്മളുടെ ആളുകള് നമ്മളുടെ വണ്ടി കയറിയിട്ട് നമ്മൾ ട്രിപ്പ് വിളിച്ചിട്ട് നമുക്കൊരു 10 രൂപയൊക്കെ ഏറെ തരുമ്പോ എനിക്കൊരു സന്തോഷം. ഞാൻ എല്ലാവരോടും ഫസ്റ്റ് വേണ്ടാന്ന് തന്നെ പറയല്. പിന്നെ അവരെനിക്ക് നിർബന്ധിച്ച് തരുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ നിരസിക്കാറില്ല. വേറെ ഒന്നല്ല, നമ്മൾക്ക് ആവശ്യമുള്ളതാണല്ലോ അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ. അപ്പൊ ഞാൻ ഏതാണ്ട് വണ്ടൂർ എത്താനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി സ്റ്റാൻഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ വണ്ടിന്റെ ഒരു ടയർ റീസോൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടയർ നമുക്ക് ഊരി കൊടുക്കണം. ഊരി കൊടുത്തിട്ട് ഒരെടുത്തോളും. നമ്മുടെ സ്റ്റെപ്പിന് ടയർ ഉണ്ട്, ഫുൾ കട്ടയാണ്. അത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് കൊടുക്കണം. അത് ലെഫ്റ്റ് സൈഡ് ഈ ഓട്ടോറിക്ഷന്റെ വേഗം തീരും കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളുടെ വെയിറ്റ് അധികം നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെ തന്നെ ആവാം. പെട്ടെന്ന് തന്നെ തീരും ആ ഒരു ടയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ കട. നമ്മളുടെ ഈ ടയറാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫസ്റ്റ് കേസ് ടയറാണ്. ഫസ്റ്റ് കേസ് ടയറാകുമ്പോൾ അത് പെട്ടെന്ന് നൂല് കാണുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ചെയ്യണം. മനസ്സിലായോ? ഇല്ലയെന്നാണെങ്കിൽ നമുക്കത് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ഫസ്റ്റ് കേസാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ സ്റ്റെപ്പിന് കേട്ടോ. സ്റ്റെപ്പിനെയൊക്കെ നമ്മൾ ഫസ്റ്റ് കേസ് ചെയ്ത് വെച്ചതാണ്. അടിപൊളി ടയറാണ്, MRFൻ്റെ. ഇത് MRF ആണ്, ഇത് MRF ആണ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ടോളിൻസ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ ടയർ നമ്മൾ ഈ ഒരു സൈഡ് കിട്ടായിരുന്നു. ഇത് പക്ഷെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നിൽക്കണില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതായത് നിൽക്കണില്ല എന്നുള്ളത് ഇതിനെ കുറിച്ച് അഭിപ്രായം കുറേ ആൾക്കാർ പറയും. പക്ഷെ ഇത് നിൽക്കുന്നുണ്ടല്ലോ, തിരക്കേടില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത്രയും കിട്ടിയില്ലേ. ഇനിയും കട്ടുണ്ട്, ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും കിട്ടും അത്. പിന്നെ ഈ തട്ട് ഇത് നിലമ്പൂർ ബൈ ഇലക്ഷനിന് ഒരു കാറുകാരനെ വരുത്തിയതാട്ടോ. അത് ഞാൻ തൊട്ടിട്ടില്ല. ഇനി ബ്രേക്ക് ആകുമ്പോൾ എന്തായാലും പൊളിച്ച് പണിയണം മൊത്തത്തിൽ. ആ ടൈമിൽ നോക്കാം നമുക്ക്. നെട്ടടക്കം തിരിയാണല്ലേ. അപ്പം അങ്ങനെ കിട്ടുകഴിഞ്ഞ് പൊളിച്ചതിനെക്കാട്ടിയും വലുതെങ്ങന്മാരന്മാടയില് ഞാനിപ്പേ ഇൻഡസ്ട്രിയിലേക്ക് പോകാണ്ടിരിക്കുകയാണ്. അതിന്റെ വീലിന്റെ ഞെട്ടുണ്ടല്ലോ, അതായത്
ഡിസ്കുമെന്ന് വരുന്നിടത്തുള്ള ഡിസ്കുമെന്നല്ല ഉള്ളിന്ന് വരുന്ന ആ ഒരു സാധനം അതിന്റെ തിരി പോയി കിടക്കുക. തിരിയെ പോയൊക്കെ എന്തോ ഒന്ന് അതിൽ പട്ടം കറങ്ങാണ്. അപ്പൊ അത് ഇൻട്രസ്റ്റിലാണ്. പോയി നോക്കാം. എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും കേക്കാം. ചന്ദ്രേട്ടാ, അതിന്റെ വീലിനെട്ടേ വീല് കഴിച്ചാൻ കിട്ടണില്ല, അത് കറങ്ങ. അപ്പൊ ഇവിടെ ഇതെന്താ ഇയാളെ ടയറടക്കാരനെ അതിനാ ബോൾട്ടിന്റെ എല്ലാ പ്രശ്നം. ആ സാധനം ഉണ്ടല്ലോ ഇതുമെന്ന് വരുന്നേ പിരി, അബുമെന്ന് വരുന്ന പിരി, ആ പിരിക്കാണ് പ്രശ്നം. അപ്പൊ എന്താ കാട്ടണ്ടേ? ഏത് ഇൻഡസ്ട്രിക്ക് നിങ്ങൾ പോകാൻ പറയണം എന്നോട്? ആദ്യം ബാബുവിന്റെ അടുത്ത് പോവാ. അപ്പൊ പിന്നെ അതിന്റെ ഉള്ളിൽ ആ ബോട്ടിലെടുത്ത് മാറ്റിയിടണം. അല്ല എങ്ങനെ പിന്നെ പോയി വീൽ ബോൾട്ട് ആയിട്ടാ? വീൽ ബോൾട്ട് പിന്നെ അല്ല ഇതെങ്ങനെ വെക്ക? പിന്നെ വേറെ സ്റ്റഡ് ഇടും, പുതിയ സ്റ്റഡ് ഇടും. അതങ്ങനെ വെൽഡിങ് അല്ല. വെൽഡിങ് അല്ല, വെൽഡിങ് ആണെങ്കിലും പോലെ ഇതൊരു ടൈറ്റ് ആക്കിയാൽ തന്നെ ചിലത് ഓരോ വീൽ ഡ്രം വരണം. മുന്നത്തല്ല ഈ സൈഡത്തെ അതന്നെ. അതൊരു ഭാഗത്ത് കാറ്റിട്ട് വേണം. അതിന്റെ ഒരു ഭാഗത്തൊക്കെ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് കൂടെ ഇങ്ങോട്ട് കയറ്റിയിടും. അപ്പൊ അത് നമ്മളെ പണിയല്ല. അതൊക്കെ നമ്മളിപ്പോ എടുത്തെന്നാലും അവർക്ക് പിന്നെ ആ ബോൾട്ട് മാറ്റണം. ബോൾട്ട് ഞാൻ മാറ്റിക്കോളാം. എന്തെങ്കിലും എടുത്തന്നാ ആരെങ്കിലും എടുത്താ പോരത്. ഇനി മാറ്റണേ. ബോൾട്ട് അതിന്റെ ഉള്ളിൽ നിന്നാ വരിക. അപ്പൊ എന്തായാലും ഓല് വരണ്ടേ, അത് കഴിച്ചണ്ടേ. അവിടെ തന്നെ ഓല് വെട്ടി മാറ്റിട്ട് തരും. സുബിന്റെ അവിടുന്ന് ഓലെന്നെ എടുക്കാമോ പണി? ഇതുപോലെ എടുത്തിട്ട് തരും. എന്നിട്ട് എനിക്ക് ആ ബോൾട്ട് മാറ്റിട്ട് തരും. ഇത്ര പോകുന്ന ബോൾട്ട് ഉണ്ടാവും 15-ന്റെ. ആ ബോൾട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ട് പിന്നെ അയച്ചിന്ന് ചിലത് മില്ലിങ് തന്നെ ടൈറ്റ് ആവും. മില്ലിങ് ഉണ്ടാവും. അങ്ങനെ മാറ്റാം. അപ്പൊ ഞാൻ വർക്ക്ഷോപ്പിൽ പോയാൽ മതി. ഇനി ഇങ്ങോട്ട് തന്നെ വരുത്തിച്ചിട്ടോ. പരിപാടി ഒരു പുതിയ നെട്ട് വാങ്ങി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. അതൊന്നും നാസായി. ഞാൻ കിട്ടുക അങ്ങോട്ട് തന്നെ. എന്താ പരിപാടികൾ. ആള് തുടക്കത്തിൽ അങ്ങനെ അങ്ങോട്ട് പറയുന്നാണെങ്കിലും നമ്മളൊക്കെ എന്ത് പണിയും പറഞ്ഞു ചെന്നാലും അത് എടുത്തരും കേട്ടോ. അപ്പൊ ഇതിന്റെ പണി ഇഞ്ഞെടുക്കേണ്ടത് ബലാണ്, വർക്ക്ഷോപ്പുകാരാണ്. പിന്നെ വർക്ക്ഷോപ്പിലേക്ക് പോയേക്കാം. വർക്ക്ഷോപ്പുകാരിന് എങ്ങനെ ഏതൊക്കെ തരത്തിലെ മുടിയിപ്പിച്ച് അറിയില്ല. എന്തായാലും ഓലാണെങ്കിൽ ആകെ മുടി ചെക്കുകൊണ്ട് 2 ഗൂഡ്സും ഓട്ടസയും ഒക്കെ പാടെ അടിപൊളി. ഫാന്റാസ്റ്റിക്. ഇതിലേതോ ഒന്നാണ്. ഇതാണ് അല്ലേ? ഇതിലേതോ ഒന്നാണ് പ്രശ്നക്കാരൻ. പൊടിപടലങ്ങൾ അങ്ങനെ തട്ടിയാൽ കിട്ടൂലേ? ടി വി എസിൻ്റെ അല്ലേ? ലൈനർ കഴിഞ്ഞണോ? ഇത് കഴിഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ലേ? ഇല്ലല്ലേ. നമ്മളുടെ ടയർ മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്കിനി ടയർ കൊടുക്കാം. വേണ്ട, ടയറിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി ടയർ ഊരിയിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാല്, ആര്യമോൾക്ക് സ്കൂളുണ്ട്. അപ്പൊ അവളുള്ളത് അവളുടെ വീട്ടിലാണ്, ചിന്നുവിന്റെ വീട്ടിലാണല്ലോ. അപ്പൊ അവിടെ പോയിട്ട് അവളെടുക്കണം. ഇപ്പൊ സമയം 10:05 10:30 അവർക്ക് ക്ലാസ്. 10:15 ഫസ്റ്റ് ബെല്ലടിക്കും. അപ്പേക്ക് അവിടെ എത്തിക്കണം. എക്സാം ആണ് അവർക്ക്. അപ്പൊ ഞാൻ ഈ നേരെ അവളടുത്ത് കേട്ടാ. പൊന്ന് ചെങ്ങായിമാരെ, എന്റെ സ്റ്റാൻഡില് വണ്ടികൾ തന്നെയല്ല. ഈ 10 മണി നേരത്തെ ഇത്രയും വണ്ടി കുറവ് എന്നൊക്കെ പറയുമ്പോ ഇതാണ് എന്റെ ഓട്ടോ സ്റ്റാൻഡ്. എന്താ അത്ഭുതകരമല്ല കാര്യമാണ്. ആര്യ വന്നേക്കണേ അല്ലേ? സ്കൂൾക്ക് പോകാൻ എക്സാം ആണ്. അതുകൊണ്ടാ അവളെ സ്കൂളിൽ ഇറക്കിയിട്ടുണ്ട്. സ്കൂളൊക്കെ തുടങ്ങി, ബെല്ലൊക്കെ അടിച്ചുപോയി. കാരണം ഇത് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ചകൾക്ക് അങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. നേരത്തെ സ്കൂൾ തുടങ്ങും. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ചായ കുടിക്കണം.
ഞാൻ ഈ നേരം വരെ രാവിലെ എണീറ്റിട്ട് ഞാൻ ആകെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചത്. ഒന്നിലേറെ വീട്ടിൽ അവളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഈ നേരം വരെ. ഞാൻ പോയിട്ടൊരു ചായ കുടിക്കട്ടെ. സമയം 11 മണി. 11 മണിക്ക് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിലുണ്ട്. അവിടെ താത്ത വിളിക്കുന്നുണ്ട് കേട്ടോ, പോയോക്കാം. നാട്ടിലുള്ള ട്രിപ്പ് തന്നെ ആയിരുന്നു. ഒരു 30 രൂപ പോയിന്റ്. 30 രൂപ പോയിന്റ് ആകുമ്പോൾ എന്റെ നാട്ടിൽ 30 റുപ്യ തന്നെ ഉള്ളു കേട്ടോ. എന്റെ നാട്ടിൽ എവിടെ പോയാലും 30 റുപ്യ. നമ്മുടെ പാടം കാര്യങ്ങളൊക്കെ, നമ്മൾ മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ചെറിയൊരു ഓഫ് റോഡ് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡ് തന്നെയാണ്. നല്ല റോഡ് ഓഫ് റോഡായി മാറിയിട്ടുണ്ട് ഇപ്പൊ. അതൊക്കെയാണ് അവസ്ഥ. അത് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ലൈനിൽ പോവാം. ലൈനിൽ ഇന്ന് വളരെയധികം വണ്ടി കുറവാണ്. അതെന്താ പറ്റി അറിയില്ല. ഓട്ടം തോന്നുന്നു അത്യാവശ്യം. പക്ഷെ എനിക്കിപ്പോഴാണ് ഒരു ലോക്കൽ കിട്ടി. ഞാൻ ചായയൊക്കെ കുടിച്ച് വന്നിട്ട് 11 മണിക്കാണ് ഇപ്പൊ ലോക്കൽ എടുത്തത്. 11 മണി കറക്റ്റ്. ഇപ്പൊ നേരത്തെ 11 മണിക്ക് 5 മിനിറ്റ് ആയപ്പോഴാട്ടോ പറഞ്ഞേ. നമ്മളൊരു ലോക്കൽ പോയി വന്നപ്പത്തിന് സ്റ്റാൻഡിൽ വണ്ടി ഫുള്ളായി. ഇതൊക്കെയല്ലേ കഥ. ഇത്ര നേരം വണ്ടി കുറവേലി, ഇപ്പൊ വണ്ടി ഫുള്ളായി. വല്ലാത്ത ജാതിയും. എന്താ ചെയ്യാ. സമയം 11:15 ഞാൻ വീണ്ടും ആര്യന്റെ സ്കൂളിലേക്ക് വന്നേക്കുവാണ്. വേറെ ഒന്നുമല്ല, ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോ അവൾക്കും തന്നെ ചെറിയ തലവേദന ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ അവളെ കൊണ്ടുവരാന്ന് കരുതിയ. വെറുതെ ഇവിടെ നിർത്തണ്ട. പിന്നെ ഒരു കള്ളത്തരാണോ അറിയില്ല. അങ്ങനെ കാട്ടില്ലല്ലോ. എല്ലാരും പോയോട്ടെ. ഒക്കെ എടുത്തു. പെട്ടിട്ടേ അതൊക്കെ കൊണ്ടുപോയോല്. തലവേദന മാറിയില്ലേ? ചെറിയൊരു കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. പുതിയ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഇത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അത് ചില നേരത്തെ നിർത്തിയിട്ട് കഴിഞ്ഞാലേ സ്റ്റാർട്ട് ആവില്ല. അപ്പൊ അത് തീർക്കണം. അത് തീർത്തിട്ടില്ല നമുക്ക് പണി കിട്ടും. പിന്നെ രാവിലെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ആര്യനെ സ്കൂളിൽ നിന്ന് വിൽക്കുമ്പോ ഞാൻ വണ്ടി തള്ളി സ്റ്റാർട്ട് ആക്കിയേക്കാണ്. ഇന്നലെ രണ്ടായിട്ട് ഞാൻ തള്ളി സ്റ്റാർട്ട് ആക്കിയേക്കാണ്. ഇന്നലെ വർക്ക്ഷോപ്പ് കൊണ്ടേതാണ്. പക്ഷേങ്കില് ഒരു ചെക്ക് ചെയ്ത് നോക്കുമ്പോ ആ പ്രോബ്ലം അറിയണല്ലോ. അത് അങ്ങനെയാണല്ലോ. ഇപ്പോഴൊക്കെ സ്റ്റാർട്ട് ആകാതെ വെക്കും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ സ്റ്റാർട്ട് ആവും. അതാണല്ലോ അപ്പൊ അതിന്റെ കാര്യം. ഓടേണ്ട സമയമൊക്കെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് തിരിയാണ്. പിന്നെ എങ്ങനെ ഓടും. ഇപ്പൊ തന്നെ സമയം 11:45. ഇനിയിപ്പോ വർക്ക്ഷോപ്പ് പണി ഒന്ന് കഴിഞ്ഞ് ഇത് രണ്ടാമത്താണ് ഇപ്പത്. മറ്റേ ടയർ മാറ്റിലായിരുന്നു. എന്നാലും അത് നമ്മൾക്കൊരു ടൈം പോകുന്നല്ലേ. ഇതൊക്കെ ചെയ്താലിപ്പോ പോയി നടക്കുള്ളൂ. അപ്പൊ ഇനി ഇനി മോട്ടർ കഴിക്കേണ്ടി വരും മിക്കവാറും. ഇത് മോട്ടറിന്റെ പ്രശ്നം തന്നെയാണ്. കുറച്ച് ദിവസമായി ഇതിന്റെ ലാഗ് തുടങ്ങിയിട്ട്. ഇതിപ്പോ ഒന്നിങ്ങനെ സ്ട്രോങ് ആയി വന്നതാണ്. അപ്പൊ നിന്നോണ്ടിരിക്കാണ്. ഇപ്പൊ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ബൈക്കൊക്കെ കൊടുങ്ങേ. ഇവിടെ തിരക്കായി കാരണം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇലക്ട്രീഷ്യന്റെ പണിയാണേ. തിരക്കാവും. അങ്ങനെയെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മോട്ടർ കഴിക്കുകയാണ്. ചങ്ങായിമാരെ, മോട്ടർ കഴിക്കുകയാണ്. ചേച്ചോ നോക്കട്ടെ, തിരിഞ്ഞങ്ങട്ട്. എന്താ ഞാനപ്പോ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മുടെ മോട്ടറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ബ്രഷ് പോയിരുന്നു. അതുപോലെ തന്നെ വയറിങ്ങിന് കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത്തരം കേസ് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. സർവീസ് ചെയ്തേക്കാണോ നമ്മൾക്ക് ഏതാണ്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 770 രൂപയാണ് വന്നത്. സർവീസ് ഫിറ്റിംഗ് ചാർജ് അടക്കം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവുമല്ലോ. അതിനൊക്കെ കൂട്ടിയിട്ടായിരിക്കാം. 770 രൂപയാണ് അവിടെ വന്നത്. രാവിലെ നമ്മൾ റീസോളിങ്ങിന് കൊടുത്തില്ലേ, അത് 800 രൂപയാണ് ടയർ ചെയ്യണതിന്. പൈസ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ ഈ ടയറിന്റെ നെട്ടും ബോൾട്ടും ആ ഒരു കൊടുക്കുന്ന പ്രശ്നം വന്നല്ലോ. അപ്പൊ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സ്ഥലത്ത് മാത്രം അത് 30 രൂപ വന്നുള്ളൂ. 40 അല്ല, അത് 60 രൂപ. നെട്ടും ബോൾട്ട് 2 വേറെ വാങ്ങി. അത് അങ്ങനെയൊക്കെ സംഭവിച്ച് അത് 60 രൂപയായി. ചുരുക്കം പറഞ്ഞാൽ ഈ നേരം വരെ നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള 530 റുപ്യൊക്കെ നമ്മൾ ഓടിയിട്ടുള്ളൂ. 530 റുപ്യൊക്കെ നമ്മൾ ഓടിയത്. പക്ഷേ എങ്കിൽ എന്താ പറയാ, ചെലവാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചെലവാകും. അതൊക്കെ ഉണ്ടായത്. ഒരു ലോക്കൽ എടുത്തിട്ട് പോയത്. ലൈനിൽ വണ്ടി കുറവാ. അപ്പൊ പിന്നെ ഒരു ലോക്കൽ എടുത്തിട്ട് പോയത് കയറ്റിയിടുകയാണ്. ഓക്കെ. അത് 130 റുപ്യ. 130 വരുന്നത്.
വണ്ടൂർ തന്നെ. വിഷ്ണു. വണ്ടൂര് കോക്കാടംകുന്ന് പറയും. ചെങ്ങേമാരെ ഒരു ട്രിപ്പ് കിട്ടിയതാണ്. 130 രൂപ പോയിന്റ്. 130 രൂപ എന്ന് പറയുന്നത് നമ്മള് ഈ 6 കിലോമീറ്ററിന് നമ്മൾക്ക് 130 രൂപയാണ് വരുന്നത്. 131 രൂപ വരും. അത് പിന്നെ 131 ഇപ്പൊ നമ്മളങ്ങനെ വാങ്ങിക്കില്ലല്ലോ. നമ്മളിപ്പോ 129 ആണെങ്കിൽ 130 ആക്കി വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് 132, 133 അങ്ങനെയൊക്കെ 134 ആണെങ്കിൽ വരെ ഒക്കെ നമ്മള് എന്തേ വാങ്ങിക്കും, 130 വാങ്ങിക്കും. 135 ആണെങ്കിൽ വരെ 135 കഴിയുമ്പോഴുള്ളൂ നമ്മൾ ഇതിനനുസരിച്ച് വാങ്ങിക്കല്. അപ്പൊ ഏതായാലും അത് കിട്ടിയിട്ടുണ്ട്. 120 പോരെ ചോദിച്ചു. 120, 130 വരുന്നുണ്ട് പറഞ്ഞ തന്നുട്ടോ. കുഴപ്പമില്ല. അത് ശാന്തി എന്ന് പറയുന്ന സ്ഥലമാണ്. ശാന്തി പൂക്കോട്ടുംപാടം ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടിലുള്ള ഒരു സ്റ്റോപ്പാണ്, സ്ഥലമാണ് ശാന്തി. വലിയ ഏരിയ കേട്ടാ. അപ്പൊ ഇനി നമ്മളുടെ പരിപാടി, നമ്മൾക്ക് വിശക്കുണ്ട്, എനിക്ക് വിശക്കുണ്ട് നല്ല രീതിയിൽ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 1:30. നേരെ വീട്ടിലേക്കാണ്. ചെങ്ങന്മാരെ വീട്ടിലാണ്. സമയം 2 മണി കഴിഞ്ഞിട്ടാ. 2:10 ആവാനായിട്ടുണ്ടല്ലേ. കറിയൊന്നുമില്ല. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഇപ്പം ഒന്ന് ചൂടാക്കി എടുത്ത് കഴിക്കാമെന്ന് കരുതി. ഇവിടെ കറണ്ടും ഇല്ല. ആയസീന ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങുള്ളൂ. ആക്കുമ്പോൾ ഇറങ്ങുള്ളൂ. സമയം കുറേ ആയി കാരണം 3:25. ഞാനൊന്ന് കിടന്നേ. വീട്ടിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് വിളിക്കാൻ ആരും ഉണ്ടായില്ല. കിടത്തം നേരം വഴുകിപ്പോയി. സാരില്ല, പോട്ടെ. പൊതുവെ ഇന്ന് ഓട്ടമുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടികൾ പലപ്പോഴും കുറവാണ്. ചെങ്ങൈമാരപ്പോ തൊട്ടടുത്ത നാട്ടിലേക്ക്, എൻ്റെ വീടിന്റെ അടുത്തുള്ള വേറൊരു നാട്ടിലേക്ക് ഒരു ലോക്കൽ കിട്ടിയതാണ്. എന്ത് രസമല്ലേ നമ്മുടെ പാടൊക്കെ കാണാൻ. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ ഇത്തരം കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ഞാൻ ചില ദിവസം ഇങ്ങനെ പാടവക്കിനൊക്കെ വന്നാണ്ട് എങ്ങനെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ നമ്മളെ പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ എന്ത് ഭംഗിയിട്ടാ. അതിനൊരു ഭയങ്കര ഫീലാണത്. നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ഈ സൈഡിൽ തന്നെ അത് നല്ല പച്ചപ്പുണ്ട്. നമ്മുടെ നാട്, എന്റെ നാടിന്റെ അവിടുത്തെ നെൽകൃഷി എന്തായെന്ന് കണ്ടില്ലല്ലോ നിങ്ങള്. അത് കൊയ്യാനായിട്ടുണ്ട്. അതിപ്പോ നല്ല ഗോൾഡൻ കളറിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു കാഴ്ച കൂടി കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. ഇത് ഇങ്ങനെ ഒരു ഇറക്കമാണേ. ഈ ഇറക്കി ചെല്ലുമ്പോ തന്നെ അങ്ങ് വിട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അത് കാറ് വരുന്നുണ്ട്. ഇതെന്നെ ഇറക്കേണ്ടി വരും. ഞാൻ ആ പാസ് എടുക്കട്ടെ, അതിനെ പോവാൻ സുഖമായിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ നാട്. ഞങ്ങളുടെ പാലം, തോട്, പാലം ഒക്കെ നിൽക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഞങ്ങൾ കൂടുതലായിട്ടും ചെക്കന്മാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ചകൾ ഒരു ഗോൾഡൻ കളർ ഉള്ള പാടത്തിന് നല്ല ഭംഗിയാണ്. പക്ഷെങ്കിൽ ഈ തോരണങ്ങൾ കെട്ടിയിട്ടേ ഇത് വെറുതെ എന്താ പറയാ, ആകെ ഈ പാലൊക്കെ എന്താ ഇപ്പൊ കാട്ടുന്നു. അടിപൊളി അല്ലേ, സൂപ്പർ. നല്ല ഭംഗിയാണ് കാണാൻ. ആ ഭംഗിയായിട്ട് മറക്കണത് എന്ത് ചെയ്യാനാ. ഈ സൈഡിൽ പിന്നെ ഒന്നുമില്ല കേട്ടോ. ഈ സൈഡിൽ പിന്നെ ഇങ്ങനെ കിടക്കും. അവിടെയാണ് ഇനി നമ്മളുടെ വൈകിട്ടില്ല രാത്രിയിൽ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് പാലത്തുമ്മലാണ്. അത് മാറും. അത് ഞങ്ങൾ ഇനി പാടത്തേക്ക് മാറ്റും. അതുകൊണ്ട് പാടത്തെ വെള്ളം ഒക്കെ വറ്റിയതിനു ശേഷം ഉണങ്ങി കിടക്കുമല്ലോ, ആ ഒരു ടൈമിൽ പിന്നെ ഇരുത്താൻ പാടത്തായിരിക്കും രാത്രിയിലൊക്കെ. നല്ല രസം. രണ്ട് ഇമ്മമാരെ സ്റ്റാൻഡിലേക്കായിരുന്നു അവര്. ഓരെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഞാനിനി ഇവിടുന്ന് വീണ്ടും ലൈനിലോട്ട്. എനിക്കിപ്പോ ഒരു കോള് വന്നേ, തിരുവമ്പാടി. എന്താ സംഭവം ചോദിച്ചാല്, ഒരു ചെങ്ങായി ബജാജിൽ നിന്ന് ലോൺ എടുത്തിരുന്നു വണ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഓൻ ഗ്യാരണ്ടറായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തതിൽ ഇന്റെ നമ്പറാണോ കൊടുത്തിരുന്നത്. ഓന്റെ പേര്, ഈ ലോൺ എടുത്തവന്റെ പേര് വിഷ്ണു, നമ്മുടെ പേരും വിഷ്ണു. പക്ഷെ ഇതിൽ ട്രൂ കോളറിൽ നമ്മൾ ഫ്ലോറസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇതൊക്കെ ആരും കോൾ ചെയ്യുമ്പോൾ ട്രൂ കോളറിൽ ഫ്ലോറസ്റ്റ് എന്ന് കാണിക്കും. അത് കണ്ടിട്ട് ഇവര് ആരെന്താന്നുള്ള ഇതിൽ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞത്. എന്തായാലും നമ്മളല്ല, നമ്മളെ നമ്പർ ചിലപ്പോൾ ഏതിലൊക്കെ ഒരു നമ്പറൊക്കെ മാറിയാൽ തന്നെ മതിയല്ലോ അല്ലെ. അങ്ങനെയൊക്കെ സംഭവം. അടുത്തൊരു ലോക്കലിറ്റി നിംസ് ഹോസ്പിറ്റലിലേക്ക് 30 രൂപ. ഇനി അടുത്ത ലോക്കലിന് വേണ്ടി വീണ്ടും പോയി നോക്കാം. നമ്മളുടെ വണ്ടി സെക്കൻഡ് ഗ്യാപ്പിലാണ്. ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മളുടെ ഒരിക്കലുണ്ട്. എന്താ പറയുക, സ്കൂളൊക്കെ വിട്ട സമയമായതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. തിരക്കൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വലിയൊരു അനക്കൊന്നും അനങ്ങണില്ല.
പടിമലൊന്നും ഇരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഞാൻ ഇടയിൽ ഈ ഒരു ഗ്രില്ലുമ്മ ചാരിയിട്ട് ഇങ്ങനെ നിൽക്കും. അടിപൊളി. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരെ നോക്കാനും പിന്നെ വണ്ടി പോയത് അറിയും ഒക്കെ പറ്റും. പോയിക്കോളെ ഇറങ്ങിപ്പോട്ടെ. കായ് എന്നെ കുത്തുക. പോയിക്കോളിങ്ങളെ ആയിക്കോട്ടെടാ. നമ്മളെ സ്റ്റാൻഡിൽ മുമ്പ് ഓടിയുന്ന ഡ്രൈവറാണ്. പാവല്ലേ. പക്ഷെ ആള് പൈസ തന്നു കേട്ടോ. അത് തരും. അത് നമ്മളെ മര്യാദ കാട്ടണ്ടേ. അടുത്തൊരു ലോക്കല് ഫെഡറൽ ബാങ്കിലേക്കായിരുന്നു. ഇപ്പൊ സമയം 4:40 ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ലോക്കലിന് വേണ്ടിട്ട് പോയി നോക്കാം. ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഒന്ന് കയറി നോക്കുകയാണ്. ആളുകളുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഷടേന്നും പറഞ്ഞിട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ പാടില്ല. മുമ്പൊരു വീഡിയോയിലും പറഞ്ഞതാണ്. ഇവിടെ നിന്ന് ആരും ട്രിപ്പ് എടുക്കലും ഇല്ല കേട്ടോ. പിന്നെ വയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ എടുക്കുമല്ലോ. കണ്ടറിവിൽ എടുക്കുന്നത് അങ്ങനെ എടുക്കാം. അതിന് പിന്നെ ആരും ഒന്നും പറയുന്നില്ല. തമ്മിൽ തർക്കങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലേക്കുള്ള റൂളുകൾ നമ്മൾ വെച്ചിട്ടുള്ളത്. ആളുകളൊക്കെ ഉണ്ട്. അധികം കുട്ടികളാണ്. സ്കൂൾ വിട്ട സമയമല്ലേ. ഇപ്പൊ സമയം 5:30. അടുത്തൊരു 50 ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്. ഇനിയും അടുത്തൊരു ട്രിപ്പിന് വേണ്ടി സ്റ്റാൻഡിലേക്ക് തന്നെ. ഈവനിങ് സ്നാക്സിന് നല്ലൊരു ചായ കുടിച്ചു. വൈകിട്ടുള്ള ഈവനിങ് ചായയും കഴിഞ്ഞു ഞാൻ. ഇപ്പൊ സമയം 6 മണിക്ക് 10 മിനിറ്റ്. 10 മിനിറ്റ് ഇല്ല, 9 മിനിറ്റ്. ഇനി നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടുമ്പോഴത്തിന് ഈ കാണുന്ന ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ടാവും. ഉറപ്പാ. അത്ര കണ്ട് മോശമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. ഈ ലോക്കലുകൾ ഇങ്ങനെ കിട്ടേണ്ടതൊക്കെ ഓരോ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണേ. അതാണ് ബുദ്ധിമുട്ട്. രാവിലത്തെ സമയം ഈ നേരമാണ് ടൗണിന് സൗന്ദര്യം കൂടുതൽ. രാവിലെ കുറച്ച് ഒറ്റപ്പാടും ബേജാറിലൊക്കെ ഇക്കാരം ആളുകൾ മൂവ് ആവുക. പക്ഷെ ഈ ഒരു സമയത്ത് ആളുകൾ അത്ര കണ്ട് എന്താ പറയാ അർജന്റ് കിട്ടൂല. കാരണം വീട്ടിലേക്ക് പോവല്ലേ. പിന്നെ വലിയൊരു അർജന്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും ആളുകളുടെ ഇപ്പോഴത്തെ പോക്ക്. ആവട്ടെ. അപ്പോ ഈ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഞാൻ തന്നെ നമ്മൾ ടൗണിൽ നിൽക്കുമ്പോഴേ വെറുതെ ഓരോ ആൾക്കാരെങ്ങനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ പർച്ചേസ് ചെയ്യുന്നു, അവരുടെ മുഖഭാവം, അതുപോലെ തന്നെ ഈ ഭായിമാരൊക്കെ കൂട്ടം കൂടിയിട്ട് അവർ 10 രൂപ ഒരു മൂലയിലൊക്കെ നിന്നിട്ട് 10 രൂപയൊക്കെ ഷെയർ ഇട്ടിട്ട് അവര് ഓട്ടോ വിളിക്കുന്നത്. അത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ ഇങ്ങനെ കിളിയും പറ നിന്നിട്ട് കാര്യമില്ല. നമ്മളതൊക്കെ ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനതൊക്കെ ശ്രദ്ധിക്കലുണ്ട്. അതുപോലെ തന്നെ ചില കാമുകന്മാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് കാമുകന്മാരെ അവരൊക്കെ സിഗ്നലൊക്കെ നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, അതുപോലെ സിഗ്നലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഓല കണ്ണുകൊണ്ടുള്ളതും കൈ കൊണ്ടുള്ളതും തല കൊണ്ടുള്ളതും ഒക്കെ അവര് ഇനിയിപ്പോൾ അങ്ങനത്തെ ടീംസൊക്കെ ഓട്ടോ വിളിക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് അതും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ടൗണിൽ നോക്കിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ രസമാണ്. നമ്മൾ രസമായിട്ട് ഇങ്ങനെ വീക്ഷിക്കുക എന്നത് മാത്രം. ഒരു ഒള്ളി എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. ചെങ്ങന്മാരെ സമയം 6:45. ഈ ഒരു നേരത്തെ നമുക്ക് വാണിയമ്പലത്തേക്ക് ട്രിപ്പ് കിട്ടി. 6:45 ഇരുടായി. ലൈറ്റൊക്കെ ഇട്ടു. നല്ല തണുപ്പ് കയറുന്നുണ്ട്. ഇപ്പൊ തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ. ഇപ്പൊ തണുപ്പുള്ള ടൈമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ തണുപ്പ് പിടിച്ചു തുടങ്ങി അല്ലേ. എന്തായാലും ഇനിയും ഞാൻ സ്റ്റാൻഡിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ വല്ലാതെ ഒന്നും കാണിക്കാൻ. ഇതിന് മുമ്പ് ഒരു ട്രിപ്പ് കൂടി നടത്തിയിരുന്നു. കാരണം വിഷ്വല് അത് വലിയ ക്വാളിറ്റി ഇല്ലാന്ന് എനിക്കറിയാം. എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ്. ചെങ്ങന്മാരെ അപ്പൊ പരിപാടി ഞാൻ എന്തായാലും അവസാനിപ്പിച്ചു. സമയം 7:15 അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങാടിയിൽ വണ്ടിയും കൂടുതൽ. നമ്മൾ വെറുതെ ഇനിയിപ്പോ ലൈനിൽ 8:30-8:45 ആകുമ്പോൾ ട്രിപ്പ് ഇട്ടു. അത് കഴിഞ്ഞാൽ 30 ട്രിപ്പ് ആയിക്കാരം. അതും കിട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത്. അതിനേക്കാൾ നല്ലത് ഇവിടെ കുറച്ചേരം ഈ പാടവക്കിൽ ഇങ്ങനെ ഈ തണുപ്പും കൊണ്ട് ചെക്കന്മാരോടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് രസമായിട്ട് ഇങ്ങനെ കൂട്ടിയെടുക്കാം. അപ്പം ഇന്നത്തെ നമ്മളുടെ കളക്ഷൻ എന്ന് പറയുന്നത് 5, 10, 15, 20, 22, 23, 24, 650, 650, 850, 920 രൂപയ്ക്കാണ് നമ്മളപ്പോൾ ഇന്ന് ഓടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. വീട്ടിൽ ആരൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി അതിൻ്റെ പാക്കിയിട്ട് കാര്യമില്ല. ഓക്കെ.